ചിലർ മത്സ്യമാംസാദികൾ കഴിക്കാറില്ല. പക്ഷേ ശരീരത്തിന് പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. ഇത്തരക്കാർക്ക് ഉപയോഗപ്പെടുത്താവുന്ന പ്രോട്ടീൻ അടങ്ങിയ ചില ഭക്ഷണ പദാർത്ഥങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. മിതമായ അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് ഊർജം നൽകാനും എല്ലുകൾക്കും മസിലുകൾക്കും ശക്തി നൽകാനും പ്രതിരോധശേഷി കൂട്ടാനും ശരീരഭാരം നിയന്ത്രിക്കാനുമൊക്കെ സഹായിക്കും. ഇനി മത്സ്യമാംസാദികൾ കഴിക്കാത്തവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോയാബീൻസ് ആണ് ഒന്നാമതായി ഈ പട്ടികയിൽ വരുന്നത്. 100 ഗ്രാം സോയാബീൻസിൽ 36 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. കൂടാതെ കാൽസ്യവും അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നീലക്കടലയാണ് രണ്ടാമതായി വരുന്നത്. 100 ഗ്രാം നിലക്കടലയിൽ 25 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഇവയും ഡയറ്റിൽ ഉൾപ്പെടുത്താം. മുട്ടയാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. 100 ഗ്രാം മുട്ടയിൽ 13 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഇവയിൽ കാൽസ്യവുമുണ്ട്. നമുക്ക് നാലാമതായി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ബദാമാണ്. ഫൈബറും വിറ്റാമിൻ ഇ, മഗ്നീഷ്യം തുടങ്ങിയവ അടങ്ങിയ ബദാമിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം ബദാമിൽ നിന്ന് 21 ഗ്രാം പ്രോട്ടീൻ ലഭിക്കും. ഇനി ഉപയോഗിക്കാവുന്ന മറ്റൊരു സാധനം മത്തങ്ങ വിത്തുകളാണ്. 100 ഗ്രാം മത്തങ്ങ വിത്തിൽ 19 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അതിനാൽ പ്രോട്ടീൻ്റെ കുറവുള്ളവർക്ക് മത്തങ്ങ വിത്തും ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഈ പട്ടികയിൽ ആറാമതായി വരുന്നത് തൈരാണ്. 100 ഗ്രാം തൈരിൽ 11 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഇവയും കഴിക്കാം. ഈ പട്ടികയിൽ അവസാനമായി വരുന്നത് ഓട്സ് ആണ്. 100 ഗ്രാം ഓട്സിൽ 26 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. അതിനാൽ പ്രോട്ടീൻ്റെ കുറവുള്ളവർക്ക് ഇവയും കഴിക്കാം.